നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ പരീക്ഷ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ആൻസർ കീ വന്നിട്ടുണ്ട്, പ്രൊവിഷണൽ ആൻസർ കീ. ഒന്ന് ചെക്ക് ചെയ്താലോ? അപ്പൊ ആ പരീക്ഷ എഴുതിയവർ മാത്രമല്ല, ഇനിയുള്ള PSC പരീക്ഷകൾ, PSC ആയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാര് ഈ സെയിം സിലബസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തേക്കുക. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കുക, GK പഠിക്കുക, സയൻസ് പഠിക്കുക, മാത്സ്, മെലിറ്റ് എല്ലാം നോക്കും. ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ആൻസർ കീ നോക്കിയാലോ? അപ്പൊ എത്ര പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അത് താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? പരീക്ഷ ഉള്ളവർ യെസ് എന്നും താഴെ കമന്റ് ചെയ്യാമോ? ക്ലാസ്സിലേക്ക് പോകാം. പരീക്ഷ ഉണ്ടായിരുന്നു നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഈ ഒരു ആൻസർ കീ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ്? ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബജറ്റും കേന്ദ്ര ബജറ്റും 2017 മുതൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്? വിവേക് ദബ്രോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. VS അച്യുതാനന്ദന് 2026 ശുപാർശ ചെയ്യപ്പെട്ട പത്മ പുരസ്കാരം ഏതാണ്? പത്മവിഭൂഷണാണ്. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി ഏത്? ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവാമി ലീഗ് എന്ന ബംഗ്ലാദേശ് പാർട്ടിയുടെ പ്രധാന നേതാവ് ആരാണ്? ഷെയ്ഖ് ഹസീന. LMV-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്താണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ISRO വികസിപ്പിച്ച വിക്ഷേപണ വാഹനമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? EK നായനാരാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയാണ്. ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയമാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സ് ആൻഡ് മെനോറിറ്റി ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ട്രിക്സിന്റെ ഒക്കെ രൂപത്തിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കാം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി ചേർത്തിരിക്കുന്നത് എന്താണ്? ശരിയായി ചേർത്തിരിക്കുന്ന അനുച്ഛേദം 17 അയിത്തോച്ചാടനമാണ്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര വയസ്സാ? 21 വയസ്സ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഗോവർദ്ധനന്റെ യാത്രകൾ എഴുതിയത് ആര്? ഗോവർദ്ധന്റെ യാത്രകൾ എഴുതിയത് ആനന്ദാണ്. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്ത്. ബഫല്ലോ നാഷണലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? കാഞ്ച ഇളയ്യയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. അടുത്ത ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാ? കബനിയാണ്. 1984 മെയ് 24 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ് ജില്ലയാണ്. പൗരത്വ നിയമം പാർലമെന്റ് അവസാനമായി ഭേദഗതി ചെയ്തത് എന്ന്? 2019 ഡിസംബർ മാസം. കേരളത്തിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. 1937 കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയുടെ പേരെന്താ? തിരുവിതാംകൂർ സർവകലാശാലയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്, അതായത് IRMA 1979 സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം? ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാ? തെന്മല. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? ഉൾപ്പെടാത്തത് ഇന്ത്യയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാ? 243K.
ലോക്പാൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം ഏതാണ്? 1968. CBI രൂപീകൃതമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സന്താനം കമ്മിറ്റി. സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ട് ഏത്? ബ്രഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് പട്ടികയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്നത്? ഷെഡ്യൂൾ 3 സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ബെയർ ഫുഡ് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആര്? ബെയർ ഫുഡ് പെയിന്റർ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരിലാണ് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ വക്കീൽ വേഷത്തിൽ ഹാജരായി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 2000. ജെൻസി അഥവാ ജനറേഷൻ Z എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ ഏതെല്ലാം? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി എന്നീ ഭാഷകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാ? 42ാം ഭേദഗതി. ഓം ബിർള ആരാണ്? ഓം ബിർള 18ാമത് ലോക്സഭ സ്പീക്കറാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ജീവൽ സംബന്ധിയായ വിവരം ലഭിക്കാനുള്ള കാലയളവ് 2 ദിവസം അഥവാ 48 മണിക്കൂറാണ്. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? സേവനാവകാശ നിയമം പാസാക്കിയത് മധ്യപ്രദേശ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? BBG റാംജി. അമേരിക്കൻ സൈന്യം പുറത്താക്കി അറസ്റ്റ് ചെയ്ത വെനിസലൻ പ്രസിഡന്റിന്റെ പേരെന്താ? നിക്കോളാസ് മഡൂറോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക ജില്ലയിലെ ചാംരാജ് നഗർ ജില്ലയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആര്? ഷേർഷയാണ്. ഷേർഷാ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാത്സ് ആൻഡ് മെന്റലിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കണ്ടേക്കണേ. 8 മടങ്ങാണ് വർദ്ധിക്കുന്നത്. 2.534 into 3.18 plus 2.534 into 2.16 എന്നതിനെ ക്രിയ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? 13.13 ആണ്. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ്. ഏറ്റവും വലിയ കോണിന്റെ അളവ് എത്രയാണ്? 90 ഡിഗ്രി. 181260-12 വാല്യൂ എന്താ? -6. x:y = 3:4 അങ്ങനെയെങ്കിൽ 4x - 2y വാല്യൂ എന്താണ്? 4 എന്നാ കിട്ടുന്നത്. 4 എന്ന് പറയുന്നത് y ആണ്. 0.009 ഡിവൈഡ് ബൈ x = 0.01. എക്സിന്റെ വില എന്താണ്? ഓപ്ഷൻ എ 0.9. ഒരു അതിവർഷത്തിൽ ഫെബ്രുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ പിന്നെ മാർച്ച് 1 എന്തായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. ആദ്യത്തെ ഒറ്റ അഭാജ്യ സംഖ്യ ഏതാണ്? 3 ആണ് ആദ്യത്തെ ഒറ്റ അഭാജ്യ സംഖ്യ. 5000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 1000 രൂപ. 182764 ക്യൂബാണ്. അടുത്തത് 5ന്റെ ക്യൂബാണ്. 125 ആണ് വരുന്നത്. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. പിക്ക് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. മൺസൂൺ ക്ലൗഡ്സ് ബ്രിങ് റെയിൻ ടു കേരള. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗ് ആണ് വേണ്ടത്. എല്ലാം നെഗറ്റീവ് ടാഗ് ആണോ? അല്ല. ഓപ്ഷൻ എ നെഗറ്റീവ് ടാഗ് അല്ല. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി BCD ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ബി ആണ്. മൺസൂൺ ക്ലൗഡ്സ് ബ്രിങ്. ഇവിടെ മെയിൻ വെർബ് ബ്രിങ് ആണ്. ബ്രിങ് എന്ന് വെച്ചാൽ ഡു പ്ലസ് ബ്രിങ്. അപ്പൊ ഓക്സിലറി വെർബ് എന്താണ്? ഡു. അപ്പോ സെന്റൻസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടാഗ് വേണം യൂസ് ചെയ്യാൻ. ഡോണ്ട് ദേ ആണ് ഉത്തരം. ഗെറ്റ് അപ്പ്, സ്മെൽ ദ റോസസ്,
We have a new day out there. Which among the following statements illustrate the idiom given in italics? Get up, smell the roses. ഈ ഇഡിയത്തിന്റെ മീനിങ് എന്താ? To start the day by appreciating the pleasant aspects of life എന്നതാണ്. Find the correctly written sentence from the following list. ഇവിടെ തന്നിരിക്കുന്നതില് Reggie played the violin melodiously at the concert last evening എന്നതാണ് ശരി. Which of the following sentences does not have a gerund? Gerund എന്ന് പറഞ്ഞാൽ ing form of the verb ആണ്. ഇവിടെ gerund ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഇവിടെ ഹണ്ടിങ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, പ്ലേയിങ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ജെറണ്ട് ഫോം ആണ്. ഇവിടെ ഹേമ വാസ് മേക്കിംഗ് പുഡിങ്, അത് വാസ് മേക്കിംഗ് എന്ന് പറഞ്ഞ വേർബിന്റെ വേർഡ് അല്ലേ യൂസ് ചെയ്തേക്കുന്നത്, അപ്പൊ അത് ജെറണ്ട് അല്ല. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ദ ഹോഴ്സ് ആൻഡ് കാരിയേജ് ഡാഷ് അറ്റ് ദ ഡോർ. ഉത്തരം ഓപ്ഷൻ സി ഹാസ് ബീൻ. Fill up the blank with the suitable preposition. The cliff hangs dash the sea. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, over. Pick the wrong representation of the genitive case from the following. അപ്പൊ ഇതില് റോങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. വിമൻസ് കോളേജ് എന്നതാണ് റോങ്. Pick the wrongly suffixed word from the list given below. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യൂസോട്ടിസ്റ്റ്. Pick the phrase that means to imagine from the following. തിങ്കപ്പാട്. Pick the correct sentence from those given below. ഉത്തരം ഓപ്ഷൻ എ, the river has overflowed its banks. അടുത്ത മലയാളം ചോദ്യം, ഭഗീരഥ പ്രയത്നം എന്നാൽ കഠിനാധ്വാനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രവൃത്തി. ഒരാണിന് 2 പുസ്തകം വീതം കൊടുക്കണം. ഈ വാക്യത്തിലെ ദോഷം എന്താണ്? പൗനരുക്ത്യമാണ്. പ്രാചീനത്തിന്റെ വിപരീത പദം എന്താ? അർവാചീനം. പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം അട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നിയോജകട്ടെ എന്ന് ഓർത്താൽ മതി, നിയോജകമാണ്. പൂക്കൾ എന്ന പദത്തിലെ സന്ധി എന്താണ്? പൂക്കൾ എന്ന പദത്തിലെ സന്ധി ദ്വിത്വമാണ്. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം തന്നിരിക്കുന്നതില് നടന്ന സംഭവം പിറ്റേത് ഞാൻ അവരോട് പറഞ്ഞു. തൽപുരുഷ സമാസത്തിന് ഉദാഹരണം ഏത്? തൽപുരുഷൻ, സംസാര സാഗരം. അലിംഗ ബഹുവചന പ്രത്യയം ഇവിടെ തന്നിരിക്കുന്നതില് അർ ആണ്. മൃണാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൃണാളം എന്നാൽ താമര എന്നതാണ് മീനിങ്. അടുത്തത് IT ആണ്. ഒരു നിബിൾ എത്ര ബിറ്റുകൾ ചേർന്നതാണ്? ഒരു നിബിൾ എന്നാൽ 4 ബിറ്റ്. പ്രധാന മെമ്മറിക്കും സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനും ഇടയിലുള്ള ഹൈ സ്പീഡ് മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് ആണ്, ലിനക്സ്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഉപകരണം ലാനിൽ ഏതാണ്? സ്വിച്ച് ആണ്. എന്താണ് ഫിഷിംഗ് എന്നാൽ? ഫിഷിംഗ് എന്നാൽ ഉപയോക്താവിനെ കബളിപ്പിച്ച് വിവരങ്ങളും പണവും തട്ടിയെടുക്കുന്ന പ്രവർത്തനം. ഉപയോഗപ്രദമായ സോഫ്റ്റ്വെയർ ആയി തോന്നുകയും എന്നാൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്താൽ കമ്പ്യൂട്ടറിലെ ഡേറ്റയെ കേടുപാടുകൾ വരുത്തുന്ന കമ്പ്യൂട്ടർ വൈറസുകൾ ട്രോജൻ ഹോഴ്സ് ആണ്. യൂണിവാക്കിന്റെ പൂർണ്ണ രൂപം എന്താ? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുകളിൽ SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിന്റെ ഉപയോഗം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും സംഭരിക്കുന്നതിന്. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുള്ള ഉപകരണങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് നൽകുന്നത് എന്തിനാണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നതിനാണ്. താഴെ പറയുന്നവയിൽ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ തന്നിരിക്കുന്നതില് മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ്. അടുത്തത് ടെമ്പിൾ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം ഉപയോഗിച്ചു പാടുന്ന കാവ്യം ഏതാണ്? രാമകഥാപാട്ട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സുപ്രധാന ക്ഷേത്രം ഏത്? ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ക്ഷേത്രം. വർഷത്തിൽ ഒരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസങ്ങളിലായി നടത്തിവരുന്ന അനുഷ്ഠാന കലാവിശേഷം ഏതാണ്? പൂരക്കളി. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണുള്ളത്. ഈ ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? ഗജേന്ദ്രമോക്ഷമാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ക്ഷേത്ര കല ഏത്? കൂടിയാട്ടം. താഴെ പറയുന്നവരിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രബോധകൻ ആരാണ്? ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ.
കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേനോപനിഷത്ത് പ്രധാനമായും ഏത് വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത്? ബ്രഹ്മജ്ഞാനം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരശുരാമനാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. ഇതിൽ 90 ചോദ്യവും നമ്മുടെ PSC പരീക്ഷകൾക്ക് വേണ്ട ചോദ്യം തന്നെയാണ്. ബാക്കി 10 ചോദ്യവും നോക്കി വെച്ചോളൂ. കാരണം സംസ്കാരം, കല, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് 100 ചോദ്യവും നിങ്ങൾ നോക്കി വെച്ചാലും തെറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ദേവസ്വം ബോർഡ് പരീക്ഷ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ അതൊന്നും ഡിഫറൻസ് നോക്കട്ടെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പരീക്ഷ ഉള്ളവര് താഴെ ഒന്ന് S എന്ന് കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.